ലോകമെമ്പാടുമുള്ള കൈരളി TV പ്രേക്ഷകർക്ക് അനുഗ്രഹീതമായ ഈസ്റ്റർ ആശംസിക്കുന്നു. ഈസ്റ്റർ മരണശക്തികളുടെ മേലുള്ള വിജയമാണ്. തിന്മകളുടെ ശക്തികളുടെ മേൽ ദൈവം വിജയിച്ചിരിക്കുന്നു. തിന്മകളുടെ ശക്തി കൊടികുത്തി വാഴുന്ന ഒരു ലോകമാണിന്ന്. തിന്മയുടെ മാത്രം വിജയമാണോ ഈ ലോകത്തിലുള്ളത് എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ നന്മയാൽ തിന്മയെ ജയിക്കാൻ പറഞ്ഞ ക്രിസ്തുവിന്റെ വിജയമാണ്, ദൈവത്തിന്റെ വിജയമാണ്. ശൂന്യമായ കല്ലറ സത്യത്തെയും നന്മയെയും ആർക്കും ഒരു നാളും മൂടിവെക്കാനാവില്ല. നിന്റെ ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റു ചെകിട് കൂടി കാണിച്ചു കൊടുക്കണം. അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ പ്രവർത്തിക്കുകയും ചെയ്തു. അവന്റെ ചെകിട് കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അവന്റെ വിലാപ്പുറം കൂടി അവൻ കാണിച്ചു കൊടുത്തു. ക്ഷമിക്കുന്നവൻ ഉയർത്തെഴുന്നേൽക്കും, ക്ഷമിക്കുന്നവൻ ലോകത്തിൽ ജീവിക്കും. അതുകൊണ്ട് നന്മ ചെയ്യുന്നവർ ഇനി ദുഃഖിക്കേണ്ട. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നന്മ ചെയ്യുന്നവരോടൊപ്പം അവൻ ചേർന്നു നടക്കുകയായിരുന്നു, അവർക്ക് ശക്തി പകരാൻ, ലോകത്ത് നന്മ ചെയ്ത് വിജയിക്കാൻ, വിജയം കാണാൻ. നന്മയാൽ തിന്മയെ ജയിക്കുന്നൊരു ലോകം, അത് കെട്ടിപ്പടുക്കാനായിരുന്നു അവന്റെ യാത്ര മുഴുവൻ. അതുകൊണ്ട് മരണം കൊണ്ട് അവന്റെ യാത്ര അവസാനിച്ചില്ല എന്നവൻ തെളിയിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്ന് ലോകത്തിൽ വേദനിക്കുന്നവരോടൊപ്പവും നന്മ പ്രവർത്തിക്കുന്നവരോടൊപ്പവും യാത്ര ചെയ്യുന്ന ക്രിസ്തുവാണ്. അവനെ നമുക്ക് ഈ ലോകത്തിൽ പലയിടത്തും കാണാൻ കഴിയും. നമ്മോടൊപ്പം അവൻ യാത്ര ചെയ്യുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ടതാണ്. നന്മയിൽ നിന്ന് ഒളിച്ചോടിപ്പോയവരെയും അവൻ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരോടൊപ്പം അവൻ യാത്ര ചെയ്തത് അവരെ തിരികെ കൊണ്ടുവരാനാണ്. നന്മ വിട്ട് ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന് ചിന്തിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളുടെ മുമ്പിൽ, ആയിരക്കണക്കിന് നന്മ പ്രവർത്തിക്കുന്നവരുടെ മുമ്പിൽ ഇന്ന് ദൈവം ഇറങ്ങി വരുന്നു, നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് ഒരു കല്ലറയ്ക്കും തടുക്കാനാവാത്ത നന്മയുടെ ഉറവിടമായി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് വളരെ നിരാശയിൽ കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരോട് യേശു നടുവിൽ ചെന്ന് അരുളി ചെയ്യുകയാണ്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. അവരുടെ ഭയം മാറി എന്ന് മാത്രമല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരനായ പത്രോസ് പോലും ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ശക്തിയുള്ളവനായി മാറുകയായിരുന്നു. രാജാക്കന്മാരുടെ മുമ്പിലും പ്രഭുക്കന്മാരുടെ മുമ്പിലും നന്മയ്ക്കു വേണ്ടി നിലനിൽക്കാൻ അപാരമായ ശക്തി ആർജിക്കുകയായിരുന്നു. ഇത് ഈസ്റ്ററിന്റെ സന്ദേശമാണ്. തിന്മയെ ഭയപ്പെട്ട് ജീവിക്കാൻ നമുക്കാവില്ല. ഇനിയും തിന്മയെ വെറുക്കുന്നു എന്ന് മാത്രമല്ല, നന്മയോട് ചേർന്ന് നിൽക്കാനുള്ള ചങ്കുറപ്പ് നേടുക എന്നതും പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് അപ്രകാരമുള്ള ബലവും ശക്തിയും നൽകട്ടെ. ദൈവത്തിൽ നിന്നുള്ള അകൽച്ച പാപമാണെങ്കിൽ, ദൈവത്തിൽ നിന്നുള്ള അകൽച്ച മരണമാണെങ്കിൽ, ദൈവത്തിലേക്ക് അടുത്തു വരുന്നത് ജീവനാണ്, ഉയർപ്പാണ്. അതുകൊണ്ട് ഉയർപ്പ് എന്ന് പറയുന്നത് ബന്ധങ്ങളിലേക്കുള്ള തിരിച്ചുവരവാണ്. അവൻ നമ്മോട് ചേർന്ന് നടക്കുകയാണ്, നമ്മുടെ ബന്ധങ്ങളിൽ ദൈവമായി മനുഷ്യനായി. ഏവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.